ഇനി വേദയുടെ നയം പതുക്കെ മാറ്റണം. തന്ത്രപരമായിട്ട് നീലിനെ വേണമെന്ന് വേദ പറയണം. അതൊറ്റയടിക്ക് പറഞ്ഞാ എല്ലാവർക്കും സംശയം തോന്നില്ലേ? എവിടെ തോന്നാൻ? അത്ര പെർഫെക്റ്റ് ആയിട്ടാ വേദ അഭിനയിക്കുന്നത്. ഒറിജിനല് ഭ്രാന്ത് തോറ്റുപോകും. അല്ല, സംശയം കൊണ്ട് ചോദിക്കുക, ശരിക്കും മുമ്പ് എപ്പോഴെങ്കിലും ഭ്രാന്ത് വന്നിട്ടുണ്ടോ? മുമ്പ് വന്നിട്ടില്ല, ഇനി വരും. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച നീലിനെ വേണോന്ന് പറയുമ്പോ അതെങ്ങനെ ഞാൻ അവതരിപ്പിക്കും? വേദയല്ല അവതരിപ്പിക്കേണ്ടത്, ഡോക്ടറാ. ഡോക്ടർ വേണം വേദിക്ക് വേണ്ടി നീലിനോട് ഈ ആവശ്യം പറയാൻ. ഡോക്ടർ നീലിനോട് പറയണം, നീലിന്റെ സാമീപ്യ വേദ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. നീൽ അടുത്തുണ്ടായ വേദ ഹാപ്പിയാണ്. എപ്പോഴും അടുത്തുണ്ടായ എപ്പോഴും ഹാപ്പിയാണ്. എന്തുപറ്റി? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു ഡോക്ടർ അത് പറയുമോന്ന്. പറയണം. നിങ്ങൾ തമ്മിൽ അറിയാന്നല്ലേ പറഞ്ഞത്? ആ ബന്ധം ഉപയോഗിക്കണം. എന്നാലും അവർക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ടാവില്ലേ? എന്ത് എത്തിക്സ്? ഈ എത്തിക്സിന് മുകളിലുള്ള സൗഹൃദം. പഴയ പ്രണയകഥയൊക്കെ ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ലേ? ഉവ്വ്. പിന്നെന്താ പ്രശ്നം? ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. തന്നെയല്ല, വൈകുന്നതും കുഴപ്പാ. എങ്ങാനും രഹസ്യം പുറത്തായാലോ? നീ ആരോടും പറയാതിരുന്നാ മതി. ഞാനോ? ഇതോ? എന്റെ വേദേ ആ തടിച്ച് കെട്ടിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാ. അതിനൊരു വഴി തെളിഞ്ഞു വരുമ്പോ ഞാനായിട്ടത് മുടക്കോ? ഡോക്ടർ സമ്മതിച്ചോന്ന് തന്നെ വെക്ക. നീല് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. എങ്ങനെ? അതിനെന്തോരം വഴികളുണ്ട്. പ്രധാനമായിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ നമ്മൾ നടത്തുന്നത്. നീല് കാരണം വേദ ഇങ്ങനെ ആയെന്നുള്ള കുറ്റബോധം നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുകയാണല്ലോ നമ്മളിപ്പോ ചെയ്യുന്നത്. അത് സ്ട്രോങ് ആക്കണം. നീല അനുസരിക്കോ? നീല അനുസരിക്കോ അനുസരിക്കാതിരിക്കോ അത് രണ്ടാമത്തെ കാര്യമാ. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. എന്താ ആലോചിച്ച് കൂട്ടുന്നേ? പഴയ ധൈര്യം ഇപ്പൊ കാണുന്നില്ലല്ലോ. ശരിയാ, പഴയ ധൈര്യം ഇപ്പൊ എനിക്കില്ല. എന്നെ വേണ്ടെന്ന് നീല് പറഞ്ഞതോടെ തീർന്നതാ. ഞാൻ പിന്നെ അത്ര പെട്ടെന്ന് നീലിനെ മറക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്.